വിശ്വപ്രസിദ്ധമായ ഇതിന്റെ ഒരു പ്രയോഗമുണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. കമലഹാസന്റെ വാചകത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആമസോൺ മഴക്കാടുകളുണ്ടാകുന്ന ചിത്രശലഭത്തിന്റെ ചിറകടിയച്ചയ്ക്ക് ഓരൂരിലും കണ്ണൂരിലും മലപ്പുറത്തും കേരളത്തിലും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളും പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിയും. അതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. ആയിരത്തോളം വരുന്ന ചെറുപ്പക്കാരികളെ പിരിച്ചുവിടപ്പെട്ടത് എന്തെങ്കിലും ഒരു നയസമീപനം സ്വീകരിച്ചു. ലേബർ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ യൂണിയൻ ഗവൺമെന്റ് താൽക്കാലിക രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ RSS നേതൃത്വത്തിൽ ശ്രമിച്ചപ്പോൾ അതിവിടെ നടപ്പിലാക്കില്ല എന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഏത് കേരളം? ഇടതുപക്ഷ ഭരണസ്ഥാനത്തിന്റെ ഗരിമയുണ്ടായിരുന്ന കേരളം. തൊഴിൽ മന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരെ നിങ്ങൾ പരിശോധിച്ചു നോക്കാം. ഈ പ്രശ്നമുണ്ടായിട്ട് ഉദ്ദേശം 4 ദിവസത്തോളം എത്തുന്നു. ആരെങ്കിലും ഒരാൾ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അസാധാരണമായി സംഭവിച്ചൊരു കാര്യമാണ്. അല്ലേയല്ല. കാരണം എന്താണ്? രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. എനിക്ക് തോന്നുന്നു നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഗാന്ധി അസാസിനേഷൻ ആൻഡ് ആഫ്റ്റർ എന്ന പേരിൽ എഴുതിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധിയെ കാണുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പ് ആ സമയത്ത് എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കാര്യം എന്താണ്? ദ റീസൺ ഈസ് പ്യുവർലി പൊളിറ്റിക്കൽ. രാഷ്ട്രീയമാണെന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പിരിച്ചുവിടലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മുതൽ തൊഴിൽ മന്ത്രി വരെയുള്ളവർ ഒരക്ഷരം ലേബർ കോഡിനെതിരെ അതിനെതിരെ കേരളം സ്വീകരിക്കുന്ന ബദലിനെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ച ഗൗഡ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സ്വീകരിക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ച് എന്റെ ഒരു വാക്കൊരു അക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. ഞാൻ ആവർത്തിക്കുന്നു മൂന്നാമത്, ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. എന്തുകൊണ്ടാണ്? വെറുതെയല്ല. മുഖ്യമന്ത്രി സാഫോക്സിന്റെ സ്വകാര്യ വിമാനത്തിൽ കയറി ബംഗാളത്തേക്ക് യാത്ര ചെയ്ത് സന്ദർശനം നടത്തി കൈയും കൊടുത്ത് JDU-യിലേക്കും NDA-യിലേക്കും കൂറുമാറിയ കോൺഗ്രസ് MLA-മാരെ ഹസ്തദാനം, അഭിനവ BJP MLA-മാരെ ഹസ്തദാനം ചെയ്ത് മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തെ വിറ്റുതുറയ്ക്കാനുള്ള കൂട്ടുകച്ചവടത്തിന്റെ കരാർ ഒപ്പിട്ട് കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ തീരുമാനങ്ങളെയാണ് ഈ 50 ദിവസക്കാലത്തിനകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ മാരകമായി സ്വീകരിച്ച് പരിശോധിച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തിരിച്ചടികളും തോൽവികളും നിരന്തരം ഏറ്റുവാങ്ങേണ്ട വന്ന ഒരു കാലമാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ സുപ്രധാനമായ ചോദ്യം ഉയർന്നു വരുന്നത് ബദൽ എന്താണ്? വാട്ട് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. മാർക്സിന്റെ പ്രസിദ്ധമായ ഒരു വാചകം നമ്മുടെ മുമ്പിലുണ്ട്. ലോകമെമ്പാടുമുള്ള എന്നയോളമുള്ള തത്വചിന്തകന്മാർ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടേയുള്ളൂ. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല. ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ലോകത്തെ മുറിച്ചു കിടക്കാൻ എന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. പ്രതിസന്ധികൾ, തിരിച്ചടികൾ, പോരായ്മകളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും DYFI ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിലുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസ്റ്റ് ആശയധാരക്കുണ്ട്. പ്രതിസന്ധികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ, വിശകലനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അസാധാരണമായ കഴിവും അവധാനതയും ഒക്കെയുള്ളവരായിരിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദ പോയിന്റ് ഈസ് ഹൗവർ ടു ചേഞ്ച് ഇറ്റ്. മാർക്സിന്റെ പ്രസിദ്ധമായ നിരീക്ഷണത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാചകമാണ്. പ്രശ്നം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണെങ്കിലും പ്രതിസന്ധികളെ മുറിച്ചു കിടക്കാൻ നിങ്ങൾക്ക് എന്ത് ആപത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നതാണ്. ഞാൻ ആമുഖമായി തന്നെ ഈ കാര്യങ്ങളോട് സൂചിപ്പിക്കാൻ കാരണം ഇതേ അവസരത്തിൽ തന്നെയാണ് പല തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ നേരിടുന്നു, തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നു, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്ന വാർത്തകൾ, വർത്തമാനങ്ങളൊക്കെ വണ്ടൂരിൽ ഒത്തുചേരുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്ന സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി പോകുന്നു. അതേ സമയത്ത് ന്യൂയോർക്കിന്റെ തലസ്ഥാന നഗരിയിൽ മേയർഷിപ്പിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അധികാരത്തിൽ വന്നിട്ട് ഇന്ന് 112 ദിവസം പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മൾ ഒത്തുചേരുന്നതിന് 40 ദിവസങ്ങൾക്ക് പുറകിൽ എനിക്ക് തോന്നുന്നു ജൂൺ മാസം 25-നാണ് ന്യൂയോർക്ക് മേയർഷിപ്പിലേക്ക് സുഗരൻ മാത്താനി അധികാരത്തിൽ വന്ന് 100 ദിവസം പൂർത്തീകരിക്കപ്പെടുകയാണ്. അധികാരം ഏറ്റെടുത്ത 100-ാം ദിവസം ന്യൂയോർക്ക് മേയർഷിപ്പ് പദവി അലങ്കരിച്ചുകൊണ്ട് സുഗരൻ മാത്താനി നടത്തുന്ന ഒരു പ്രഭാഷണം വേണമെങ്കിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഉദാഹരിക്കാം. നമ്മുടെ സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾക്ക് സമാനമായി 100 പൊതുവിതരണ കേന്ദ്രങ്ങൾ മാത്താനി ഉദ്ഘാടനം ചെയ്യുകയാണ്. സപ്ലൈകോയ്ക്കും മാവേലി സ്റ്റോറും ഒക്കെ സമാനമായി, അല്ലെങ്കിൽ അതിനോട്
സമീകരിക്കാൻ കഴിയുന്നത്. 100 പൊതുഭരണ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് മാതാവിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നു, ന്യൂയോർക്കിനും ഇതൊരു പുതിയ അനുഭവമാണ്. എന്തുകൊണ്ടും ഇതൊരു പുതിയ അനുഭവം. ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ പലവ്യഞ്ജനങ്ങൾ, സാധന സാമഗ്രികൾ വാങ്ങാൻ ഒരുപക്ഷെ ഇത്തരം കേന്ദ്രങ്ങൾ നിശ്ചയമായും ഉപകാരപ്പെടും. പക്ഷെ ഇതൊരു സാധാരണക്കാരുടെ പ്രശ്നം മാത്രമാണോ? തെളിമയാർന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ കരുത്തോടുകൂടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അവസാന സന്തതിയെയും ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് വണ്ടൂരിൽ നമ്മൾ ഒത്തുചേരുന്നതിന് 48 മണിക്കൂർ മുമ്പ് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ മൂക്കിന് കീഴെ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇത് സാധാരണക്കാർക്ക് നിശ്ചയമായും ഉപകാരപ്രദമാകും, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഗുണകരമാകും. ഇക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല, അല്ലെങ്കിൽ അവിതർക്കിതമാണ്. പക്ഷെയോ ഇത് ന്യൂയോർക്കിലെ എല്ലാവർക്കും ഗുണകരമാകും. അതിസമ്പന്നർ, സമ്പന്നർ, സാധാരണക്കാർ, ദരിദ്രർ, നിസ്വരായ മനുഷ്യർ, ഇങ്ങനെ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും ഇത് എന്തുകൊണ്ട് ഗുണകരമാകും? അതിസമ്പന്നർ സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള വാൾമാർട്ടിന്റെ ഷോപ്പിൽ നിങ്ങൾ അരിയോ പച്ചക്കറിയോ പലവ്യഞ്ജനമോ മാംസമോ എന്തുമാവട്ടെ, ആ ഷോപ്പിലെ പോലും വിലയെ, സാധന സാമഗ്രികളുടെ മൂല്യത്തെ നിയന്ത്രിക്കുന്നതിൽ ന്യൂയോർക്കിൽ ഈ 100ാം ദിവസം ആരംഭിക്കപ്പെട്ട 100 പൊതുവിതരണ ശൃംഖലകൾക്ക് പ്രകടമായ സ്വാധീനമുണ്ടാകും. അതൊരു ചാലക ശക്തിയായിരിക്കും, അതൊരു സ്വാധീന കേന്ദ്രമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു നാട്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയം സൂക്ഷ്മതയിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പ്രതിസന്ധികളെ അനലൈസ് ചെയ്യുക മാത്രമല്ല, കണ്ടെത്തിയ പ്രതിസന്ധികളെ മുറിച്ചു കിടന്നുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടെ എങ്ങനെ ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് ജനകീയ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു? എങ്ങനെ ഈ കാര്യങ്ങളെ നടപ്പിലാക്കാൻ കഴിഞ്ഞു? 280ാം വാർഷികത്തിന്റെ പ്രഭാഷണം അവസാനിക്കുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലോകോത്തര മാധ്യമങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഭാഷണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അമേരിക്ക യുദ്ധക്കൊതിയുള്ള ഒരു രാഷ്ട്രമാകാൻ പാടില്ല. ആര് പറയുകയാണ്? നമ്മൾ ഇടതുപക്ഷക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ നിന്നുകൊണ്ടുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകൾ, ഇവരുടെ സംഘടന നിലയിൽ ഇന്ത്യയിൽ ഡിവൈഎഫ്ഐ മാത്രമല്ല ഇത് പറയുന്നത്. മറിച്ച് പ്രതികരണം നടത്തുന്നതാണ് ന്യൂയോർക്കിന്റെ മേയർഷിപ്പ് അലങ്കരിക്കുന്ന സഹദാൻ മാത്താനിയാണ്. അദ്ദേഹം പറയുന്നു, യുദ്ധക്കൊതിയുള്ള ഒരു രാഷ്ട്രത്തിന്റെ പട്ടികയിലെ പ്രഥമ നാമമായി എന്റെ രാഷ്ട്രം മാറാൻ പാടില്ല. അദ്ദേഹത്തിന്റെ 48 മണിക്കൂറിലെ ട്രംപിനോടുള്ള പ്രതികരണം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ ലോകത്തിൽ ആദ്യമായി ഒരു ട്രില്യണർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ട്രില്യണർ. ലോകത്തിലെ ആദ്യത്തെ ആരാണ്? 2 ദിവസം നമ്മൾ ചില വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായി ഒരു ട്രില്യണർ. നമുക്ക് തന്നെ ചിലപ്പോ നമ്മുടെ ഒരു നോമൻക്ലേച്ചർ നല്ലപ്പോഴായിരിക്കും ട്രില്യണർ എന്നൊരു പദപ്രയോഗം നമ്മൾ കേൾക്കുക. ആരാണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ? മസ്കാൻ അല്ലെ? ഇപ്പോ ന്യൂയോർക്ക് മേയർഷിപ്പ് അലങ്കരിക്കുന്ന ഇദ്ദേഹം പറയുകയാണ്, ലോകത്തിലെ ആദ്യത്തെ ട്രില്യണറിനെ സംഭാവന ചെയ്യാൻ എന്റെ രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എന്റെ രാജ്യത്തിലെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, അടച്ചുപൂട്ടപ്പെട്ട ക്ലാസ് മുറികൾക്ക് പുറത്ത് വിഹരിക്കുന്നുണ്ട്. അന്തി ഉറങ്ങാൻ കൊടിയ മഞ്ഞത്ത് പുതപ്പില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിനായി ഫുഡ് ബാങ്കുകൾക്ക് സമീപം അവരുടെ കാരുണ്യത്തിനായി ക്യൂ നിൽക്കേണ്ട വരുന്ന മനുഷ്യരിൽ ഇപ്പോഴും അമേരിക്കയിലെ സാധാരണക്കാരായ 100 കണക്കിന് വരുന്ന ആളുകളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ഉണ്ടാവുകയും അതേ രാജ്യത്ത് തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും കൊടിയ കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് നടുവിൽ പുതയ്ക്കാനൊരു പുതപ്പോ ആലങ്കാരികമായ സൗകര്യങ്ങളോ ലഭിക്കാതായി പോകുന്ന, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന 100 കണക്കിന് വരുന്ന മനുഷ്യരും എങ്ങനെ ഉണ്ടാകുമ്പോൾ അസമത്വത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 280ാം വാർഷികത്തിന്റെ പടവെടുപ്പിലും നിസ്വരായ മനുഷ്യരെ സംബന്ധിച്ച്, അസമത്വങ്ങളുടെ നടുവിൽ ദുരിതത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വന്ന മനുഷ്യ ജീവിതങ്ങളെ സംബന്ധിച്ച് ആ രാജ്യത്ത് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ ചുരുക്കുന്നു, ഈ പ്രതികരണങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ മാത്രമല്ല. ഇപ്പോ ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ്. UK-യിൽ നിലവിലുണ്ടായിരുന്ന ഭരണാധിപൻ മാറ്റപ്പെട്ടു, പുതിയ ഭരണാധികാരി അധികാരത്തിലേറി. പുതിയ ഭരണാധികാരി ഡിവൈഎഫ്ഐ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യമുള്ളയാളെന്നില്ല. പക്ഷെ അതിൽ മലപ്പുറത്ത് കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ
നമുക്ക് കൗതുകമുണർത്തുന്ന ഒരു കാര്യം ആ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുണ്ട്. UK ചരിത്രത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന പ്രസിഡന്റ്ഷിപ്പ് അലങ്കരിക്കുന്ന അല്ലെങ്കിൽ ഭരണസാരഥ്യം അലങ്കരിക്കുന്ന പുതിയ നേതാവിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും എങ്ങനെ അധികാരത്തിൽ എത്തി എന്ന ചോദ്യത്തിന് ദ ഗാർഡിയൻ കണ്ടെത്തുന്ന ഉത്തരം വീടാന്തരം കയറിയുള്ള പ്രവർത്തനവും പ്രസരണവുമായിരുന്നു ഈ പാർട്ടിയുടെ പ്രത്യേകത എന്നവർ പറയുകയാണ്. ഇന്നയോളമുള്ള സമീപകാല UK തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സംവാദങ്ങൾ, സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ, പ്രതികരണങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീടാന്തരം കയറിയിറങ്ങി ഏറ്റവും കൂടുതൽ സാധാരണക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ UK പുതിയ ഭരണസാരഥ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതാണ് അവരെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത്. ഞാൻ പറയുന്നത് ആവർത്തിക്കുന്നത് നമ്മുടെ അഭിപ്രായമാണ്. ഗാർഡിയൻ UK പുതിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച, എന്നാൽ വണ്ടൂരിലും മലപ്പുറത്തും കേരളത്തിലും നമുക്കൊക്കെ പാരായണാർത്ഥവും പ്രസക്തജനകവുമായ ഒരു രാഷ്ട്രീയ പാഠം പറയുകയാണ്. DYFI ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനും ഇതുമായി എന്ത് ബന്ധം എന്ന സ്വാഭാവികമായി ചോദ്യം വരും. മലപ്പുറംകാർക്ക് നിശ്ചയമായും അപരിചിതനായ ആളല്ല മലയാളത്തിന്റെ യാതൊരുനായ കഥാകാരൻ ചെറുകാട്. ചെറുകാടിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. പലപ്പോഴും പ്രഭാഷണങ്ങളിൽ സാംസ്കാരിക നായകർ, മതനിരപേക്ഷവാദികളൊക്കെ ഉദ്ഘോഷിക്കാറുള്ള ഒരു പ്രയോഗമാണ്. എന്റെ മുരിങ്ങാമര ചോട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത്. ചെറുകാടിന്റെ ഒരു പ്രയോഗമാണ്. നമ്മൾ ഒത്തുചേരുന്നത് വണ്ടൂരിൽ DYFIയുടെ ജില്ലാ സമ്മേളനത്തിനായി ഒരു ഹാളിന്റെ കീഴെയാണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന നിറയത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ കാഴ്ചകളെ കാണാൻ കഴിയുന്ന കാഴ്ചകളുടെ കണ്ണുകളുടെ ഒരു വലിപ്പം നമുക്കുണ്ടാകണമെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുള്ളത്? മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും അനുഭവങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് പ്രത്യേകതയുള്ളത്? നിങ്ങൾ നോക്ക്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെ, പർവ്വത തുല്യമായ അതിന്റെ പ്രത്യേകതയെ അനവനതം അടയാളം ചെയ്യുന്ന അനുഭവങ്ങൾക്കാണ് വർത്തമാനകാല ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂയോർക്ക് മേയർഷിപ്പിനെ സംബന്ധിച്ച സന്ദർഭവശാൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. ഇവിടെ ഒത്തുചേരുന്നത് 8 ദിവസങ്ങൾക്ക് പുറകിലാണ്. ലോകപ്രസിദ്ധമായ ലോകത്തിലെ 7ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇറ്റലി. ഇറ്റലിയിലെ മൊലാഫെറ്റോ ഇതേപോലെ തന്നെ മേയർഷിപ്പ് കൗൺസിലാണ്. മൊലാഫെറ്റോയിൽ കഴിഞ്ഞ ദിവസമാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ അധികാരത്തിൽ വന്നൊരാൾ 36 വയസ്സുള്ള, ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെയോ പലരുടെയും പ്രായം ചിലപ്പോഴതായിരുന്നു, 36 വയസ്സുള്ള എഞ്ചിനീയറായ ഒരു ചെറുപ്പക്കാരൻ. വിശാലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നയാൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. ഒരു എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായ, എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആയ, പ്രൊഫഷണലായ ഒരു ചെറുപ്പക്കാരൻ മൊലാഫെറ്റോയുടെ ചരിത്രത്തിൽ ആദ്യമായി 67% വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെ മേയർഷിപ്പ് അധികാരത്തിലേക്ക് വന്നു. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ന്യൂയോർക്ക് മുതൽ മൊലാഫെറ്റോ വരെയുള്ള നഗരങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന, DYFI ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസ്റ്റ് ആശയധാരയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പല പ്രതീകങ്ങൾ, പല പാഠങ്ങൾ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളുമെല്ലാം വണ്ടൂരിൽ മലപ്പുറത്ത് DYFIയുടെ ജില്ലാ സമ്മേളനത്തിനായി ഒത്തുചേരുന്നത്. അനവരതമായ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ പുതുതായി ഉയർന്നു വരുന്നുണ്ട്. ലോകത്തിന്റെ അനുഭവങ്ങളിൽ ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് തൊഴിൽ സ്വപ്നം കാണുന്ന, ജീവിതഗന്ധിയായ അനുഭവങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ ശ്രമിക്കുന്ന ഏത് ചെറുപ്പക്കാരേക്കും ട്രാൻസ്ജെൻഡറിന് മുമ്പിൽ വെല്ലുവിളികൾ അനവരതം ഉയർന്നു വരുന്ന ഒരു കാലയളവിൽ കൂടെയാണ് ഞാൻ നിങ്ങൾ ഒത്തുചേരുന്നത്. ഇപ്പോ കേരളത്തിൽ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ്, എനിക്ക് തോന്നുന്നു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ചെറിയ മാസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. 50 ദിവസക്കാലത്തിന്റെ മാത്രം പ്രായ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിന്റെ പ്രത്യേകത എന്താണ്? അവിതർക്കിതമാംവിധം, അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം, അനുദിന സാധാരണമാംവിധം സംഘപരിവാർ രാഷ്ട്രീയത്തോട് കിടപിടിക്കുന്ന ഒരു നവലിബറൽ പദ്ധതിയുടെ രചനരേഖ അല്ലെങ്കിൽ അതിന്റെ ഒരു മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റ്. അത് കേരളത്തിന്റെ മാത്രം രാഷ്ട്രീയ പരിസരത്തിന്റെ ഉൽപ്പന്നമാണോ? അല്ല. അത് അന്തർദേശീയ ദേശീയ രാഷ്ട്രീയ പദ്ധതികളുടെ കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കേരളം ഇതേവരെ നേരിട്ടിട്ടുള്ള, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്യാദൃശ്യമായ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഒരു വാചകം ആ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ഉപരോധം, ഞാൻ ആവർത്തിക്കുന്നു, കേവലമായ ആലങ്കാരികമായ ഒരു പദപ്രയോഗമേ അല്ല, മറിച്ച് അർത്ഥസമ്പൂർണമായ വർത്തമാന കാലയളവിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്യാദൃശ്യമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഒരൊറ്റ വാക്കുരൂപമാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. സന്ദർഭവശാൽ ഓർമ്മിക്കുന്നു, ഏറ്റവും ഒടുവിൽ
ഫിദൽ നടത്തിയ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അഭിസംബോധന പ്രഭാഷണമുണ്ട്. സാധാരണഗതിയിൽ ഫിദലിന്റെ പ്രഭാഷണത്തെ സംബന്ധിച്ച് വായിച്ചിട്ടുള്ളവർക്കറിയാം, സുദീർഘ സമയം നീണ്ടു നിൽക്കുന്ന വലിയ പ്രഭാഷണങ്ങളാണ് ഫിദൽ കാസ്ട്രോവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 6-6.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രസംഗങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് വായിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഒരു വേള ചേഗുവേരയുടെ മരണാനന്തരം ഫിദലിനോട് വിശ്വപ്രസിദ്ധയായ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഫിദലിനോട് ചോദിക്കുന്നുണ്ട്, ഏണസ്റ്റോ ഗുവേരയുടെ 1ാം രക്തസാക്ഷിത്വ അനുസ്മരണയോടെ ഫിദൽ പ്രസംഗിക്കുന്നത് 7.5 മണിക്കൂറോ മറ്റോ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ വനിതാ മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര സുദീർഘ സമയം എടുത്തുകൊണ്ടുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ലളിതമാണ്, ഋജുവാണെന്ന് വേണമെങ്കിൽ പറയാം. ആ മറുപടിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയില്ല. ആ സ്വഭാവത്തിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആളുകളുടെ എണ്ണം കുറവുണ്ടായിരുന്നില്ല. പല തെരുവുകളിലും പല വലിയ മൈതാനങ്ങളിലും പ്രസംഗിക്കുമ്പോൾ വലിയ മഹാജനസഞ്ചയങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അതിന്റെ എണ്ണം കൂടി വന്നിട്ട് ഒരിക്കൽ പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഏറ്റവും ഒടുവിൽ UN-ൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ച് ഫിദൽ സംസാരിക്കുകയാണ്. പക്ഷെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത്, പ്രായാധിക്യം, രോഗാതുരമായ അവസ്ഥ, വാക്കുകളെ മുറിയുന്നുള്ളൂ, രാഷ്ട്രീയം മുറിയുന്നില്ല. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഫിദൽ പറയുന്ന ഒരു വാചകം, സാമ്പത്തിക ഉപരോധം ഒരു ആഗോള പദ്ധതിയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അന്ന് രാഷ്ട്രീയ ദൈവാരികയായിട്ടുള്ള ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് ലൈൻ ഫിദലിന്റെ കവർ ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രഭാഷണം കവർ ചെയ്തത്. ആ ഫ്രണ്ട് ലൈനിന്റെ തലവാചകം തന്നെ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. അദ്ദേഹത്തിന്റെ ആമുഖമായ വാചകമാണ്, സാമ്പത്തിക ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല. പിന്നീടുള്ള പ്രൗഢഗംഭീരമായ രാഷ്ട്രീയ പ്രഖ്യാപനം ഇതാണ്, ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. അത് ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന അസാധാരണമായ ഒരു യുദ്ധമാണ്. അതാണ് ഫിദലിന്റെ പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കം. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്യൂബ ഒരു രാഷ്ട്രവും കേരളം ഒരു സംസ്ഥാനവുമാണ്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനവുമാണ്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ക്യൂബയും ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളവും തമ്മിൽ എന്ത് സമീകരണം, എന്ത് താരതമ്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ പ്രത്യേകത എന്താണ്? ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ലക്ഷണമൊത്ത സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ക്യൂബയെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അപ്പോഴും വണ്ടൂരിൽ നമ്മൾ ഒത്തുതീരുന്ന ഇപ്പോഴും ലോക സാമ്രാജ്യത്വ നേതൃത്വം നൽകുന്നത്. അതിന്റെ ഉപകരണങ്ങളിൽ സുപ്രധാനമായ ഏറ്റവും ഒടുവിലത്തെ അളവ് മാത്രമാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. അതും കേരളം തമ്മിൽ എന്ത് സമീകരണം? ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഗരിമ കൊണ്ട് മാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്, ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്നല്ല, ഭൗമശാസ്ത്രപരമായ ഭൂപടത്തിൽ നിന്ന് കേരളത്തെയോ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന്, ലോകത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഈ സംഘത്തെ തുടച്ചു നീക്കാൻ കഴിയുമോ എന്ന വലിയ പരിശോധനയുടെ പദ്ധതിയുടെ ഭാഗമാണ് നമുക്ക് അനുഭവിക്കേണ്ട വന്ന സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. ക്യൂബയുടെ സാമ്പത്തിക ഉപരോധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഡിവൈഎഫ്ഐ അടക്കം നേതൃത്വം നൽകി വിപുലമായ ക്യൂബൻ സോളിഡാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വലിയ ശേഖരണം നടത്തി ആ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്, ലോകമെമ്പാടും മഹാവ്യാധികൾ പടർന്നു പിടിക്കപ്പെട്ട എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. നിപ്പയുടെയും കോവിഡിന്റെയും എബോളയുടെയും ഷിഗല്ലയുടെയും ഒക്കെ അനുഭവങ്ങൾ ലോകത്തിന്റെ മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളിൽ ഏതു രാഷ്ട്രമാണ് ലോകത്തിന്റെ വാർത്താ പത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്നത്? നമ്മൾ നിർബന്ധമായും മറന്നിരിക്കാൻ പാടില്ലാത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. കോവിഡാനന്തരമുള്ള കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ മുൻപേരി പോസ്റ്റ് കോവിഡ് കാലയളവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് മരണനിരക്കിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. കോവിഡിനെ തുടർന്ന് അസാധാരണ ഘട്ടമായിരുന്നല്ലോ. മനുഷ്യനും മരണവും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടുന്ന കാലമായിരുന്നു. മനുഷ്യനും മരണവും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് ഈ കാലയളവിൽ ലോകത്തെ രാഷ്ട്രീയ സംഭാവന എന്തായിരുന്നു? ലോക രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സംഭാവന എന്തായിരുന്നു?
മനോരമയുടെ ലേഖകൻ ആധികാരികമായ കണക്കുകളോടുകൂടെ അന്ന് വിശദീകരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് മരണപ്പെടേണ്ട വന്ന പ്രഥമ സ്ഥാനം, ഒന്നാമത്തെ രാജ്യം ഏതാണ്? കേട്ടില്ല. ഏത് രാജ്യമാണ് കോവിഡാനന്തരം ഏറ്റവും കൂടുതൽ മരണങ്ങളെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നത്? കേട്ടില്ല. ചിലർ ഇറ്റലി എന്ന് പറയുന്നുണ്ട്. ഏതാണ്? അമേരിക്ക. ശരിയാണ്. ചില ആളുകൾ ചിന്തനൊക്കെ US ആണ്. 5 ലക്ഷം മനുഷ്യരുടെ മൃതദേഹങ്ങളെ ഔദ്യോഗിക കണക്കിൽ ഏറ്റുവാങ്ങേണ്ടതായി വന്നു അമേരിക്കയ്ക്ക്. നമ്മുടെ വ്യാഖ്യാനമല്ല. പീപ്പിൾസ് ഡെമോക്രസിയിലോ ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളോ പ്രത്യക്ഷപ്പെട്ടതല്ല. ലോകമെമ്പാടുമുള്ള പൊതുജന പ്രചാരണം നേടിയ അംഗീകൃതമായ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകളുടെ പ്രഥമ സ്ഥാനമാണ്. ഇത് അസാധാരണമായ ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഇത് അസാധാരണമായ ഒരു അനുഭവമായി പറയേണ്ടത്? ഇന്നയോളമുള്ള ലോകത്തിന്റെ ഏത് മഹാവ്യാധികളും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നമ്മൾ ഇതിനെ അവലോകനം ചെയ്യാൻ നമ്മൾ എല്ലാവരും MBBS അല്ലെങ്കിൽ രോഗനിർണയകാരികളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളാവണമെന്നില്ല. ഏത് മഹാവ്യാധികളുടെയും ഏറ്റവും സുപ്രധാനമായ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടവരുന്നത്, അതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരുന്നത് ദരിദ്ര രാജ്യങ്ങളായിരിക്കും. സാർവത്രിക ആരോഗ്യ സംവിധാനങ്ങളില്ലാത്ത, മെച്ചപ്പെട്ട രോഗി ഡോക്ടർ അനുവാദമില്ലാത്ത, ആശുപത്രി സംവിധാനങ്ങൾ പോരായ്മ നേരിടുന്ന സാധാരണക്കാരായ ദരിദ്ര രാജ്യങ്ങളായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടവരിക. അതുകൊണ്ടാണ് എപ്പോഴും മറ്റും പടർന്നു പന്തലിച്ച കാലയളവിൽ എല്ലാ രാജ്യങ്ങളിലേക്കും ആദ്യം ചെന്നിറക്കുന്നത് ക്യൂബയിലെ മെഡിക്കൽ സംഘമാണ്. ഞാൻ അതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണ്? 5 ലക്ഷം മനുഷ്യരുടെ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങേണ്ടതെന്നോ അമേരിക്ക. സാധാരണ അമേരിക്ക എപ്പോഴും വിലയിരുത്താറുള്ളത് വികസിത രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനകമാണ്. തരം കിട്ടിയ നമ്മളെല്ലാവരും ഒന്ന് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യവും നഗരവുമാണല്ലോ ന്യൂയോർക്കും US ഒക്കെ. പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം ഏതാണ്? US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അമേരിക്കയുടെ വികസിത രാജ്യം എന്ന പളവിളപ്പിന്റെ ശ്രദ്ധേയമായ ഒരു മാനകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൗരന്മാർക്ക് പ്രമുഖമായ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് സുരക്ഷ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള ലോകരാജ്യം അമേരിക്കയാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ഇവിടെയാണ്. മനുഷ്യനും മരണവും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിലേർപ്പെട്ടു. സാർവതോന്മുഖമായ ഒരു ആഗോള മഹാവ്യാധി എല്ലാ ഭൂഖണ്ഡങ്ങളെയും മനുഷ്യരാശി ഒരേപോലെ കീഴ്പ്പെടുത്തി. ആയിരക്കണക്കിന് ആളുകൾ കോവിഡ് ബാധിതരായി ആശുപത്രികളിലേക്ക് പ്രവാഹം ചെയ്തു. അപ്പോൾ ഈ മാനകത്തിൽ ചെറിയൊരു മാറ്റം വരും. എന്തായിരുന്നു മാറ്റം ലളിതമാണ്. ഏറ്റവും കൂടുതൽ പ്രീമിയം അടയ്ക്കുന്നത് ഏത് രോഗിയാണ് അയാൾക്കാണ് പ്രഥമ പരിഗണന. നമ്മൾ അമേരിക്കയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനപ്പെട്ട സ്ഥാനം അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഷുറൻസ് പാക്കേജ് എടുത്ത എനിക്കോ പണ്ടൂരിലെ ഒരു സാധാരണക്കാരനായ ഡിവൈഎഫ്ഐ പ്രവർത്തകരോ കോവിഡ് വന്നു, അല്ലെങ്കിൽ ഒരു മഹാവ്യാധിയുടെ ഇരയായി ഞാനോ നിങ്ങളോ മാറി, നമ്മൾ എല്ലാവരും ഒരേപോലെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആശുപത്രി അധികൃതർ നമ്മളോട് പറയുന്നത് എന്താണ്? സർക്കാർ ഉത്തരവിന്റെ ബലത്തിൽ പറയുന്നു, നിങ്ങളിൽ ഏത് രോഗിയാണ് ഏറ്റവും ഉയർന്ന പ്രീമിയം അടയ്ക്കുന്നത്, ആ രോഗിക്കാണ് ഞങ്ങൾ ചികിത്സയുടെ പ്രയോറിറ്റി, ആദ്യ പരിഗണന അല്ലെങ്കിൽ മുൻഗണന, ആദ്യം ഉയർന്ന പ്രീമിയം നൽകുന്നവർക്കാണെന്ന് പറയുകയാണ്. സമ്പന്നർ ഒഴിവാക്കപ്പെട്ടു, സാധാരണക്കാർ ഒഴിവാക്കപ്പെട്ടു, നിസ്വരായ മനുഷ്യർ, കൂലി വേതനക്കാർ, ദിവസ വേതനക്കാർ, തൊഴിലാളികൾ ഒക്കെ ഒഴിവാക്കപ്പെട്ടു. അതിസമ്പന്നർക്കും മാത്രമായിരുന്നു ചികിത്സ അനുവദിക്കപ്പെട്ടത്. അതിന്റെ ദുരന്ത ഫലം എന്തായിരുന്നു? 5 ലക്ഷം മനുഷ്യരുടെ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങി ലോകത്തിന് മുമ്പിൽ തകർന്നുടഞ്ഞു വീണ വികസന മാതൃകയുടെ പ്രതീകമായിട്ട് രാഷ്ട്രത്തിൽ നിൽക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ അനുഭവം മറ്റൊന്നല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാഭാരതവും രാമായണവും പറയുന്നുണ്ട്, ഗംഗയുടെ യമുനയുടെ നദീതടങ്ങൾ ദൈവികതയുടെ പ്രതീകമായിട്ടാണ് ഈ നദീതടങ്ങളെ ഈ ഇതിഹാസങ്ങൾ പരിചയപ്പെടുത്താറുള്ളത്. ഗംഗയുടെ യമുനയുടെ നദീതടങ്ങളിൽ അനാഥ മൃതശരീരങ്ങൾ ഒഴുകി നടന്നു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, സന്ദർഭവശാലെങ്കിലും അഭിമാനത്തോടുകൂടെ, അന്ന് പ്രാണവായു കിട്ടാതെ രാജ്യതലസ്ഥാനത്തെ ഏറ്റവും സുപ്രസിദ്ധമായ ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് RML, റാം മനോഹർ ലോഹിയ. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭിമാന പ്രതീകങ്ങളിൽ ഒരാളായിരുന്നു റാം മനോഹർ ലോഹിയ. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഇപ്പോഴും ഡൽഹിയിലെ ഏറ്റവും സൗകര്യപ്രദമായ, എയിംസിനോട് കടപിടിക്കാൻ സൗകര്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഡൽഹിയിലെ സർക്കാർ ആശുപത്രി റാം മനോഹർ ലോഹിയുടെ നാമധേയത്തിലുള്ളതാണ്. ഒറ്റ ദിവസം 38 പേരാണ് പ്രാണവായു കിട്ടാതെ ഡൽഹി RML മുമ്പിൽ ക്യൂ നിൽക്കവേ
മരിച്ചു വീഴേണ്ടതായിട്ട് വന്നത്. ഞാൻ ചെറുകാലത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ മുരിങ്ങാമര ചുവട്ടിലിരുന്നുകൊണ്ട് നക്ഷത്രങ്ങളെ കണ്ടാൽ മതി. ഇത് ഇവിടെ പറയാൻ കാരണം എന്താണ്? ഈ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നേരിടണമെന്ന കാലമാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. 38 പേർ പ്രാണവായു കിട്ടാതെ മരിച്ചു വീഴണമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത അതേ ദിവസം ഇത് ഹിന്ദുവിന്റെ ഒരു കോളം വാർത്തയുണ്ട്. ആ കോളം വാർത്തയുടെ തലവാചകം എന്താണ്? ആ കോളം വാർത്തയുടെ തലവാചകം എ സിംഗിൾ സ്റ്റേറ്റ് വിത്ത് സർപ്ലസ് ഓക്സിജൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെമ്പാടും ലോകത്തിന്റെ വികസന മാതൃകയുടെ പ്രതീകമായ US-ൽ 5 ലക്ഷം മനുഷ്യരുടെ മൃതദേഹങ്ങൾ തെരുവോരങ്ങളിൽ അനാഥ മൃതശരീരങ്ങളിൽ എന്നതുപോലെ ഏറ്റുവാങ്ങേണ്ടവന്ന തകർന്നു നിറഞ്ഞ വികസന മാതൃകയുടെ പ്രതീകമായി US-ൽ നിൽക്കുന്നു. ഇറ്റലിയുടെ പ്രധാനമന്ത്രി കാൻഡെ, ഇപ്പോഴത്തെ ജോർജ് മെലോണി അല്ല, അത് ഇറ്റലിയുടെ പ്രധാനമന്ത്രി. 7th ലാർജസ്റ്റ് ഫിനാൻഷ്യൽ പവർ എന്നാണ് ഇറ്റലി ഇപ്പോഴും പ്രകീർത്തിക്കാറുള്ളത്. ലോകത്തിലെ 7ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. കാൻഡയുടെ ആ സമയത്ത് ഒരു അഭിസംബോധന വാചകം 70 വയസ്സ് പിന്നിട്ടവരെ ചികിത്സിക്കാൻ നിൽക്കേണ്ടതില്ല, അവർ വൾണറബിൾ ആണ്. നമുക്ക് ചെറുപ്പക്കാരികൾ അവരെ ചികിത്സിക്കേണ്ടതാണ്. ഇത് പറയേണ്ടതെന്നോ 70-നോടടുത്ത കാൻഡയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലവിളിച്ച് കരയേണ്ടതായി വന്നു. ലോകത്തിലെ 7ാമത്തെ വലിയ സാമ്പത്തിക ശക്തിക്ക് നിലവിളിച്ച് കരയേണ്ടതായി വന്ന US-ൽ 5 ലക്ഷം മൃതശരീരങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്ന രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ 38 മനുഷ്യരെ ഒറ്റ ദിവസം പ്രാണവായു കിട്ടാതെ മരിച്ചു വീഴേണ്ട വന്ന ലോകത്തിന്റെ ഇന്ത്യയുടെ ഡൽഹിയുടെ വർത്തമാനങ്ങളുള്ള അതേ ആകാശത്തിന് കീഴിലാണ് ഞാനും നിങ്ങളെ ഒത്തുതീർന്നത്. ആറമ്മലിൽ 38 പേർ ദയാരകരകാന്തിലും മരിച്ചു വീഴേണ്ടവന്ന അതേ വാർത്ത പ്രസിദ്ധീകരിച്ച ദിവസം ഇത് ഹിന്ദു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് വാർത്ത ചെയ്യുന്നു. ആ വാർത്തയുടെ രക്തചുരുക്കം എന്താണ്? ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു ഉത്പാദിപ്പിച്ചതിന് ശേഷം മിച്ചം വന്ന ഓക്സിജൻ, മിച്ചം വന്ന പ്രാണവായു ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്ത ഇതേ ആകാശത്തിന് കീഴിൽ, ഇതേ ലോകത്തിന്റെ ഇന്ത്യയുടെ ആകാശങ്ങൾക്ക് കീഴിൽ സിംഗിൾ സ്റ്റേറ്റ് വിത്ത് സർപ്ലസ് ഓക്സിജൻ, മിച്ചം വന്ന പ്രാണവായു ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്ത് മരണത്തെ തോൽപ്പിക്കാൻ ജീവിതഗന്ധിയായ രാഷ്ട്രീയം പകർന്നു കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേരെന്ത് എന്ന ചോദ്യത്തിന് ഇത് ഹിന്ദുവിന്റെ പത്രാധിപർ നൽകിയ മറുപടി എ സിംഗിൾ സ്റ്റേറ്റ് വിത്ത് സർപ്ലസ് ഓക്സിജൻ എന്ന പേരിനോട് സമീകരിച്ച് എഴുതിയ പേര് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഗരിമയുയർത്തിപ്പിടിച്ച നമ്മുടെ കേരളമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കേരളം എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അസാധാരണമായ തിരിച്ചടി നേരിടേണ്ടതായി വന്നു. വലിയ പരാജയം നമ്മൾ നേരിട്ടു. ആ പരാജയത്തിന്റെ കാര്യകാരണങ്ങളെ അവലോകനം ചെയ്ത് വർദ്ധിത വീര്യത്തോടുകൂടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരികളുടെ ട്രാൻസ്ജെൻഡറുകളുടെ സംഘടന എന്ന നിലയിൽ DYFI മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലോ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ പേജിൽ ഈ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അന്ന് സഖാവ് സീതാറാം എഴുതിയ ലേഖനത്തിന്റെ തലവാചകമുണ്ട്. ആ തലവാചകം അപ്പോഴും ഇപ്പോഴും എപ്പോഴും പ്രസക്തമാണ്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം പ്രസക്തജനകമാണ്. ആ ലേഖനത്തിന്റെ തലവാചകം ഇത്തരം അനുഭവങ്ങളെ സമീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് സീതാറാം എഴുതിയതാണ്. അദ്ദേഹം പറയുന്ന ആ ലേഖനത്തിന്റെ പ്രൗഢഗംഭീരമായ തലവാചകം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു എന്താണ്? കീപ്പിംഗ് ദ പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് റിഫോംസ് നോട്ട് പ്രോഫിറ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു എന്താണ്? അത് ലാഭമാണോ? അല്ല, അത് മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ബദലുകൾ സൃഷ്ടിക്കാൻ കഴിയും. DYFI ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് 2026 ജൂൺ മാസം 7-നും 8-നും ഇനിയും പർവ്വതതുല്യമായ പ്രസക്തി ഉണ്ടാകുമെന്ന് കരുതാൻ കാരണം എന്താണ്? ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് എന്ത് ബദലാണെന്നത്, നിങ്ങൾക്ക് എന്ത് പരിഹാരമാണെന്നത്. നമ്മളിവിടെ ഒത്തുചേരുന്നതിന് 24 മണിക്കൂർ മുമ്പ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നേരെ ഇറങ്ങിപ്പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. നിർബന്ധിതരായി ഇറങ്ങിപ്പോകുകയാണ്. എങ്ങോട്ടേക്കാണ് ഇറങ്ങിപ്പോയത്? എറണാകുളത്ത് കെയർ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ 1000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പിരിച്ചുവിടപ്പെടുകയാണ്. അവർക്ക് നമ്മളോട് പരിഹാസം ഉണ്ടായിരിക്കാം. അവർക്ക് DYFIയുടെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അസാധാരണമായ ചിലപ്പോൾ ഉച്ചവും പരിഹാസവും ഉണ്ടായിരിക്കാം. നമ്മൾ പണിമുടക്ക് നടത്തുമ്പോൾ, നമ്മൾ പണിമുടക്ക് സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, നമ്മൾ തെരുവിടങ്ങളിൽ പോലീസിന്റെ മർദ്ദനവാദികളെ നേരിടേണ്ടതായി വരുമ്പോൾ, നമ്മൾ കേസുകളിൽ പ്രതികളാക്കപ്പെടുമ്പോൾ, നമ്മൾ ജയിലിൽ പോകേണ്ടി വരുമ്പോൾ, മർദ്ദനങ്ങൾ ഏറ്റുവാക്കേണ്ടി വരുമ്പോൾ ഉച്ചവും പരിഹാസവും വ്യത്യസ്ത അഭിപ്രായമുള്ളവരായിരിക്കും ഇതിലെ മുഴുവൻ ആളുകളും. പക്ഷെ പ്രത്യേകത എന്താണ്? ഞാൻ ആവർത്തിക്കുന്ന ചെറുകാട് എന്റെ മുരിങ്ങാമര ചോട്ടിൽ നിന്നുകൊണ്ട് നക്ഷത്രങ്ങളെ കാണാം. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? വിശ്വപ്രസിദ്ധമായ ഇതിന്റെ ഒരു പ്രയോഗമുണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിഹസിച്ചിരുന്നവരുടെ മുമ്പിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം,
US വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന ഡിവൈഎഫ്ഐക്കെതിരെ പരിഹസിച്ചതോടുകൂടി ഈ യുദ്ധം സൃഷ്ടിച്ച പ്രത്യേകത എന്നാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതോടൊപ്പം അവസാനിപ്പിക്കും. നമ്മുടെ കമലഹാസന്റെ ദശാവതാരം എന്ന് പറയുന്ന സിനിമയുണ്ട്, കാണാത്തവർ കുറവായിരിക്കും അല്ലെ? ദശാവതാരം സിനിമയുടെ ആമുഖത്തിൽ കാവ്യസുന്ദരമായ വാചകങ്ങളോടുകൂടെ കമലഹാസൻ ഏകപക്ഷീയമായ ഒരു വിവരണം നടത്തുന്നുണ്ട്. ആ വിവരണത്തിൽ കമലഹാസൻ കവോസ് തിയറിയുടെ ബട്ടർഫ്ലൈ എഫക്റ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫിസിക്സിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പാഠഭാഗമാണ് കവോസ് തിയറി. ബട്ടർഫ്ലൈ എഫക്റ്റിനെ സംബന്ധിച്ച് കമലഹാസന്റെ കാവ്യസുന്ദരമായ വാചകം: അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയച്ചയ്ക്ക് എന്റെ ഗ്രാമത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതാണ്? അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയച്ചയ്ക്ക്, അതാണ് ബട്ടർഫ്ലൈ എഫക്ട്. ഒരു പട്ടാമ്പൂച്ചി പടപടപ്പെന്നാണ് കമലഹാസൻ ഉപയോഗിക്കുന്ന വാചകം. ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയച്ചയ്ക്ക് ഓരോരു വണ്ടൂരും മലപ്പുറത്തെ കേരളത്തിൽ നമ്മുടെ വീടിരിക്കുന്ന പരിസരങ്ങളിൽ ഒരു പ്രകമ്പനം, ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയും. രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഏറ്റവും സമ്മോഹനമായ നിർവചനങ്ങളൊന്നാണ്. യുദ്ധം സൃഷ്ടിക്കപ്പെട്ടത് മിലാനിൽ 186 പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞുകൊണ്ട് പ്രോഗ്രാമം ചെയ്യപ്പെട്ട ഒരു യുദ്ധത്തിന്റെ നേർസാക്ഷികളാണ് ഞാനും നിങ്ങളും. മിലാനിലെ 186 പെൺകുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്നുകളഞ്ഞാൽ വണ്ടൂരിലും പോരൂരിലും മലപ്പുറത്തും കേരളത്തിലുമുള്ള എനിക്കും നിങ്ങൾക്കും എന്ന് പരിഹസിക്കുന്നവരുണ്ടാകാം, വിമർശിക്കുന്നവരുണ്ടാകാം. പക്ഷെ പ്രത്യേകത എന്താണ്? ആ യുദ്ധത്തിന്റെ അനുരണനമാണ്. ഇറാനിലെ മിലാനിലെ സ്കൂളിൽ 186 പെൺകുഞ്ഞുങ്ങളെ ഏകപക്ഷീയമായി കൊന്നുകളഞ്ഞുകൊണ്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ പ്രോഗ്രാമം ചെയ്ത യുദ്ധത്തിന്റെ കെടുതികളാണ് ഗ്യാസിന്റെ, പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ, ഇന്ധനത്തിന്റെ വിലവർദ്ധനമായി സമസ്ത മേഖലകളുടെയും ജീവിതത്തെ തകർത്ത് കളഞ്ഞ അനുഭവങ്ങളായി ഓരോരിലും വണ്ടൂരിലും മലപ്പുറത്തും കേരളത്തിലുമുള്ള നമുക്കൊക്കെ അനുഭവിക്കേണ്ട വന്ന ഈ അനുരണനങ്ങളാണ്. ഞാൻ കമലഹാസന്റെ വാചകത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആമസോൺ മഴക്കാടുകളുണ്ടാകുന്ന ചിത്രശലഭത്തിന്റെ ചിറകടിയച്ചയ്ക്ക് ഓരോരിലും വണ്ടൂരിലും മലപ്പുറത്തും കേരളത്തിലും നമ്മുടെ വീടിന്റെ അകത്തലങ്ങളും പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിയും. അതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. ഈ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിങ്ങളും ഞാനും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് എന്ത് പ്രത്യേകത, എന്ത് ബദൽ, എന്ത് ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് ഏത് കാലനിരപേക്ഷമായി, സമയനിരപേക്ഷമായി, ചരിത്ര നിരപേക്ഷമായി ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയത്തെ പ്രസക്തമാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യവും മറുപടിയും ഇതാണ്. നിങ്ങൾ നോക്ക്, ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ആരിലാണ് ആശ്രയിക്കാൻ കഴിയുക? ഏതു രാഷ്ട്രീയത്തിലാണ്, ഏതു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലാണ്, ഏതു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം സൃഷ്ടിക്കുന്ന മഹാസമരങ്ങളിലാണ് നമുക്കൊരു ബദൽ കണ്ടെത്താൻ കഴിയുക? ഞങ്ങളുടെ തലമുറ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലയളവിലാണ് അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയുടെ ആദ്യത്തെ സക്സസ്ഫുൾ ടേം പൂർത്തീകരിക്കപ്പെടുന്നത്. 5 വർഷക്കാലം ഇന്ത്യ ടുഡേയുടെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു കോൺക്ലേവ് അന്ന് നടത്തപ്പെടുകയാണ്. ആ കോൺക്ലേവിൽ അരുൺ ഷൂരിയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സ്പോക്സ് പേഴ്സണായി പങ്കെടുക്കുന്നത്. ഇടതുപക്ഷത്തെ പ്രതികരിച്ച് പങ്കെടുക്കുന്നത് ഇർഫാൻ ഹബീബാണ്. ലോക ചരിത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനയാണ് ഇർഫാൻ ഹബീബ്. സഖാവ് സീതാറാം ആദ്യമായി ചരിത്ര വിദ്യാർത്ഥി കൂടെയായിട്ട് JNU ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കൈപിടിച്ചനയിച്ച JNU സ്ഥാപിത കാലം മുതലുള്ള ചരിത്ര അധ്യാപകൻ ഇർഫാൻ ഹബീബാണ്. ഞാനത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ആ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന്റെ രത്നച്ചുരുക്കമായി അരുൺ ഷൂരി പറയുകയാണ്: whether the BJP will continue or not, I am not sure about that. പക്ഷേ there is no alternative. RSS തുടരുമോ, കോൺഗ്രസ് അധികാരത്തിൽ വരുമോ, അതെനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്, ഈ രാഷ്ട്രീയ പദ്ധതികൾ ഒരു ബദലില്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇർഫാൻ ഹബീബ് ഇപ്പോഴും പ്രായാധിക്യത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട്, there is an alternative. ഇപ്പോഴത്തെ ഇത് ഹിന്ദു പത്രമല്ല, എൻട്രം പത്രാധിപരായിരുന്ന എഡിറ്റോറിയൽഷിപ്പ് അലങ്കരിച്ചിരുന്ന അന്ന് ഇത് ഹിന്ദു പത്രം പിറ്റേ ദിവസം എടുക്കൊള്ളിരുന്നുണ്ട് ടിൻടിനാപത്രങ്ങളെ സംബന്ധിച്ച്. ഒരു സംഘം പറയുന്നു there is an alternative. ഏത് വിനാശകരമായ അന്തരീക്ഷത്തിലും ഒരു ബദലിന് സാധ്യതയുണ്ട്. മറ്റൊരു സംഘം പറയുന്നു there is no alternative. കോൺഗ്രസ് ഭരിക്കുമോ, BJP തുടരുമോ, ഞങ്ങൾക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് BJP നിരപേക്ഷമായി ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്, ഈ രാഷ്ട്രീയ പദ്ധതികളിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാര്യത്തിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ഒരു ബദലില്ല എന്ന് പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബ് പറയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വരും ഇന്ത്യയാകെ അല്ലെങ്കിൽ ലോകത്തിലാകെ എന്നൊരു കാര്യത്തെ മുൻനിർത്തിയിട്ടേ അല്ല അദ്ദേഹം പറയുന്നത്.
നമ്മളെക്കാളൊക്കെ എത്രയോ അഗാധമായ പർവ്വതതുല്യമായ ചരിത്ര പാണ്ഡിത്യം, വിവേകം, വിജ്ഞാനം ഒക്കെയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഏത് കടുത്ത പ്രതിസന്ധികൾക്ക് നടുവിലും ഒരു ബദൽ ഉണ്ടാകും. There is an alternative. അത് കാൽപ്പനികമാണോ? അല്ലേയല്ല. അത് ആലങ്കാരികമാണോ? അല്ലേയല്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ മുഹമ്മദ് ദാർവിസ് ഫലസ്തീന്റെ വിമോചന പാട്ടുകാരനാണ്. ഫലസ്തീനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് റാക്ക എന്നുള്ളതാണ്. റാക്കയുടെ അംഗമാണ് മുഹമ്മദ് ദാർവിസ്. ദാർവിസിന്റെ പ്രസിദ്ധമായ ഒരു പ്രണയ സമാഹാരമാണ് ദ ലവ്, ദ സാൻഡ് ആൻഡ് അതർ പോയിന്റ്സ്. അതിലെ പ്രസിദ്ധമായ ഈരടി എന്ന് പറയുന്നത് അനാദിയായി കിടക്കുന്ന ഒരു മരുഭൂമിയുടെ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിന് നടുവിലൂടെ രണ്ട് കാമുകി കാമുകന്മാർ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്നതിന്റെ ഉച്ചസ്ഥായിൽ വെച്ചിട്ട് ഇവർ പരസ്പരം പറയുന്നുണ്ട്, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പറയുന്നുണ്ട്, ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പ് എത്രയോ ചെറുത്, അനുരാഗത്തിന്റെ രഹസ്യ നദി എത്രയോ വലുത് എന്ന് പറയുന്നുണ്ട്. ഈ വാചകങ്ങളെ ചുരുക്കുന്നത് നിരാശയുടെ തുരങ്കത്തിൽ നക്ഷത്രങ്ങളുടെ ചിരി കാണാൻ കഴിയും എന്ന വാചകത്തോടു കൂടിയിട്ടാണ്. തിരിച്ചടികളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ കാർമേഘങ്ങൾ നമുക്ക് തലയ്ക്ക് മുകളിലൂടെ അനവരതമായി പ്രവഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? ബദൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പദ്ധതി എന്താണ്? രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും അത് സൃഷ്ടിക്കുന്ന അഭിമാനകരമായ സമരസാന്നിധ്യങ്ങളും എന്താണ്? അത് സൂചിപ്പിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, 48 മണിക്കൂർ മുമ്പ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഇതേപോലെ ഒരു ജില്ലാ സമ്മേളന നഗരിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിർബന്ധിതരായത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി വന്ന ഒരു സമരസ്ഥലിയിലേക്കാണ്. ഏതാണ് ആ സമരസ്ഥലി? അതൊരു കളക്ടറേറ്റ് മൈതാനമല്ല, അതൊരു PWD റോഡല്ല, മറിച്ച് ലക്ഷണമൊത്ത ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള കെയർ ഓഫ് ഹെൽത്തിൽ 1000-ഓളം വരുന്ന യുവതി യുവാക്കൾ ട്രാൻസ്ജെൻഡറുകൾ, അവർക്ക് ഒരു നോട്ടീസ് പോലും ഇല്ലാതെ, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ ഒരു വലിയ മെഗാഫോൺ വഴി പറയുകയാണ്, നിങ്ങൾ ആരും ഇന്നു മുതൽ, നാളെ മുതൽ പോലുമല്ല പറയുന്നത്, നിങ്ങൾ ആരും ഇന്നു മുതൽ ഇവിടുത്തെ തൊഴിലാളികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം എന്നറിയിപ്പ് വരികയാണ്. അവർ ഇത്രയും കാലം ജോലിയെടുത്തിരുന്ന സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിലേക്ക്, സ്റ്റെപ്പ് കയറി സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിക്കപ്പെടുന്നു. നിങ്ങൾ നോക്ക്, ഏത് സംഘടനയുണ്ടായിരുന്നു? ഞാൻ ആ പിടിച്ചുവിടപ്പെട്ട 900 പേരിൽ മഹാഭൂരിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു ഞാൻ സൂചിപ്പിച്ചു. ഏത് സംഘടനയുണ്ടായിരുന്നു? ഇവരാകെ ലേബർ കോഡിന്റെ ആവരണമാണ് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ മറ്റേ മലയാള മനോരമ എഴുതി, ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ആരെത്തിയിരിക്കുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ലേബർ കോഡ് വരെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നും ഇന്നലെയുമായി വാർത്ത എഴുതിയിരിക്കുന്നു. ഈ ലേബർ കോഡിനെതിരെ സമരം ചെയ്തപ്പോൾ ഈ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? ഇതിൽ മഹാഭൂരിപക്ഷം ആളുകൾ ആരോടൊപ്പമായിരുന്നു? 300-ലധികം ആളുകൾ താഴെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടാം. ഇതിലെ ലേബർ കോഡിലെ മനുഷ്യവിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധം എന്നല്ല പറയുന്നത്, മനുഷ്യവിരുദ്ധമായ പ്രധാനപ്പെട്ട നയസമീപനങ്ങൾ ഒന്നിതാണ്. ഇതിനെ എതിർക്കാൻ ആരുണ്ടായിരുന്നു? കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ ആഴ്ചകളായി ഈ വിഷയത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. അവിടെയാണ് 1000-ഓളം വരുന്ന ചെറുപ്പക്കാരികളെ പിരിച്ചുവിടപ്പെട്ടത്. എന്തെങ്കിലും ഒരു നയസമീപനം സ്വീകരിച്ചു. ലേബർ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ യൂണിയൻ ഗവൺമെന്റ് താൽക്കാലിക രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ RSSന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചപ്പോൾ അതിവിടെ നടപ്പിലാക്കില്ല എന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഏത് കേരളം? ഇടതുപക്ഷ ഭരണസ്ഥാനത്തിന്റെ ഗരിമയുണ്ടായിരുന്ന കേരളം. നടപ്പിലാക്കില്ല എന്ന് മാത്രമല്ല, ലേബർ കോഡിന് ബദലായി എന്തു സാധ്യതകളെ കേരളത്തിന് തനതായി സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഗോപാൽ ഗൌഡ കമ്മിറ്റിയെ വെച്ച് പഠിച്ച് ആ ശുപാർശ നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനമാണ് കേരളം. തൊഴിൽ മന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരെ നിങ്ങൾ പരിശോധിച്ചു നോക്കാം. ഈ പ്രശ്നമുണ്ടായിട്ട് ഉദ്ദേശം 4 ദിവസത്തോളം എത്തുന്നു. ആരെങ്കിലും ഒരാൾ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അസാധാരണമായി സംഭവിച്ചൊരു കാര്യമാണ്, അല്ലേയല്ല. കാരണം എന്താണ്? രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. എനിക്ക് തോന്നുന്നു നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഗാന്ധി അസാസിനേഷൻ ആൻഡ് ആഫ്റ്റർ എന്ന പേരിൽ എഴുതിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധിയെ കാണുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പ് ആ സമയത്ത് എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കാര്യം എന്താണ്? The reason is purely political. രാഷ്ട്രീയമാണെന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് കേരള ഹെൽത്തിലെ പിരിച്ചുവിടലിനെ സംബന്ധിച്ച്
മുഖ്യമന്ത്രി മുതൽ തൊഴിൽ മന്ത്രി വരെയുള്ളവർ ഒരക്ഷരം ലേബർ കോഡിനെതിരെ അതിനെതിരെ കേരളം സ്വീകരിക്കുന്ന ബദലിനെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ച ഗൗഡ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സ്വീകരിക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ച് എന്റെ ഒരു വാക്കൊരു അക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചെടുത്ത് വന്ന് അവസാനിപ്പിക്കാം. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് പരിഹാരം എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ ഏറ്റവും പ്രസക്തജനകമാക്കുന്നത്. വാട്ട് ഈസ് യുവർ ഓൾട്ടർനേറ്റീവ്? അത് കെയർ ഓഫ് ഹെൽത്ത് മുതൽ ഇറാനിലെ മിലാനിൽ 183 പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത് മുതൽ നമ്മുടെ അടുക്കളകളെ താറുമാറാക്കുന്ന ഇന്ധന പാചകവാതക വിലവർദ്ധനയുടെ വർധനവ് മുതൽ ഏതിലും നിങ്ങളുടെ കയ്യിൽ എന്ത് പരിഹാരം എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ നേരത്തെ അരുൺ ശൂരി വിശദീകരിച്ചതുപോലെ കോൺഗ്രസിനും RSSനും രണ്ട് വഴികളില്ല, ഒറ്റ വഴിയുള്ളൂ. അത് there is no alternative എന്നുള്ളതാണ്. ആരിത് വർദ്ധിത വീര്യത്തോടുകൂടി നടപ്പിലാക്കുന്നതാണ്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയത്തെ അനാദികാലയോളം പ്രസക്തമാക്കുന്ന കാര്യം എന്താണ്? There is an alternative. ഒരു ബദൽ സാധ്യമാണ്, ഒരു ബദൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കാം, ഈ ബജറ്റിന്റെ തുടർച്ചയിൽ ഞാൻ സൂക്ഷ്മതകളിലേക്ക് പോകുന്നില്ല, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന മുതൽ PM-ശ്രീ വരെ, വൈസ് ചാൻസലർ നിയമനം മുതൽ നമ്മുടെ നാട്ടിലെ വനം വന്യജീവി സംഘർഷങ്ങൾ വരെ, സെനറ്റ് നിയമനം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർ വിധേയത്വത്തിന് കീഴടങ്ങുന്ന കാര്യങ്ങൾ വരെ ഈ 40-50 ദിവസക്കാലത്തിനിടയിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സാധാരണഗതിയിൽ പല വിശാരദന്മാരും പറയാറുണ്ട്, കൂളിംഗ് ടൈം അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ കൊടുക്കണം എന്ന് പറയാറുണ്ട്. നമ്മളതിന് വിമുഖമായി സ്വീകരിച്ചിരുന്ന സമീപനം സ്വീകരിച്ച ആളുകളല്ല. പക്ഷെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ 50 ദിവസക്കാലത്തിനിടയിൽ നേരിടേണ്ട വന്ന നയസമീപനങ്ങൾ, തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇത് പരിശോധിച്ചാൽ മാത്രം മതിയാണ് ഈ ഗവൺമെന്റിനെ വിലയിരുത്താൻ. എന്തുകൊണ്ട് നമ്മൾ സമരസജ്ജരായി തെരുവിൽ നിലയുറപ്പിക്കേണ്ടതുണ്ട് എന്ന ചോദ്യത്തിന് ഒരു 100 കാരണങ്ങൾ, ഒരു 100 മറുപടികൾ ഇതിനോടകം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്ക്, 2600 കോടി രൂപയ്ക്ക് കേരളത്തിന്റെ തീരപ്രദേശത്ത് വാങ്ങിയ ഓഹരികളാണ് കഴിഞ്ഞ ദിവസം സെബിയുടെ കൂടെ പിന്തുണയോടുകൂടെ 2600 കിടന്ന് ഏതാണ്ട് 13,000 കോടിയിലധികം വരുന്ന തുക ചെലവഴിച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചു. എന്തായിരുന്നു സർക്കാരിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം? എന്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളിലേക്ക് തൊട്ടു? അതൊന്നും നിഷ്കളങ്കമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നതിന് 3 ദിവസക്കാലങ്ങൾക്ക് മുമ്പ് സാഫ്രോൺ സോക്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ BMJEL രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്വകാര്യ പ്ലെയിനിൽ 40 ലക്ഷം രൂപയിലധികം വില വരുന്നതിൽ ഇവിടെ നിന്ന് സഞ്ചരിച്ച് മംഗലാപുരത്തേക്ക് പോയി കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ മുഹ്യുദ്ദീൻ അടക്കമുള്ള BJP NDA MLA-മാരെ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സാന്നിധ്യത്തിൽ കണ്ടു ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. കർണാടക ലോബിക്ക് വേണ്ടിയുള്ള മദ്യക്കച്ചവടത്തിലെ നികുതി വർധനവിന്റെ കുറവ് മുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ വിറ്റഴിക്കാനുള്ള ഗൂഢതന്ത്രം വരെയുള്ള പദ്ധതികൾക്കാണ് ഇപ്പോ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ആരുടെയെങ്കിലും അനുഭവങ്ങളുണ്ടോ? 251% മദ്യത്തിന്റെ നികുതി നിരക്ക് 120% കർണാടക മദ്യലോബിക്ക് വേണ്ടി കുറച്ചു കൊടുത്തിരിക്കുന്നു. ഈ ഫയൽ ഇപ്പോ വന്നതാണോ? ഫയല് നേരത്തെ ഉണ്ട്. എപ്പോഴുണ്ട്? ഫയൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്തുണ്ട്. പക്ഷെ ഫയൽ അനക്കി തീരുമാനമെടുക്കാൻ കരുത്തുണ്ടായിട്ടില്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക്. അന്ന് അദ്ദേഹം ടാക്സ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പരിശോധിച്ച അതേ ഫയലാണ് 2026 ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പരിശോധിക്കുന്നത്. 2023 മുതൽ ഇതേ ഫയൽ പരിശോധിച്ച കേരളത്തിന്റെ ടാക്സ് സെക്രട്ടറിക്ക് എന്തേ ആവതുണ്ടായില്ല? കർണാടക ഗ്രൂപ്പിന്റെ അഭിപ്രായം പരിഗണിച്ച് 131% വില കുറച്ച് കേരളത്തിൽ വീര്യം കുറഞ്ഞതോ കൂടിയതോ അത് ഏതുമാവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. മദ്യലോബികൾക്ക് അഹോരാത്രം നികരിക്കാൻ നികുതി പണം കുറച്ചു കൊടുത്തിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ്. ഈ ഫയലിൽ ഒപ്പിടാൻ കഴിഞ്ഞ 2023 മുതൽ 26 വരെ ഫയൽ കയ്യിലുണ്ടായിട്ടും ഒപ്പിടാൻ ആവതില്ലാതിരുന്ന, ധീരതയില്ലാത്ത കേരളത്തിലെ അന്നത്തെ നികുതി സെക്രട്ടറി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, തുറമുഖ സെക്രട്ടറി, അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ആവർത്തിക്കുന്നു, മൂന്നാമത് the reason is political and political alone. എന്തുകൊണ്ടാണ്? വെറുതെയല്ല. മുഖ്യമന്ത്രി സാഫ്രോൺ സോക്സിന്റെ സ്വകാര്യ വിമാനത്തിൽ കയറി മംഗലാപുരത്തേക്ക് യാത്ര ചെയ്ത് സന്ദർശനം നടത്തി കൈയും കൊടുത്ത് JDU-യിലേക്കും NDA-യിലേക്കും കൂറുമാറിയ കോൺഗ്രസ് MLA-മാരെ ഹസ്തദാനം
അഭിനവ BJP MLA ഹസ്തദാനം ചെയ്ത് മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തെ വിറ്റുതുറയ്ക്കാനുള്ള കൂട്ടുകച്ചവടത്തിന്റെ കരാർ ഒപ്പിട്ട് കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ തീരുമാനങ്ങളെയാണ് ഈ 50 ദിവസക്കാലത്തിനകം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിയുടെ സർവകലാശാലയിൽ ഗോഡ്സെ ഭക്തന്മാർ അധികാരത്തിലേറിയിരിക്കുന്നു. എന്റെ കോൺഗ്രസ് മിണ്ടുന്നില്ല? ചങ്ങുപട്ടുമാവച്ചത്തിൽ SFI, കേരളത്തിലെ യുവജനങ്ങളുടെ പ്രസ്ഥാനമെന്നുള്ള DYFI നമ്മൾ സമരം ചെയ്യുന്നുണ്ട്, കേസിൽ പ്രതികളാകുന്നുണ്ട്, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഭരണസാരഥ്യത്തിന്റെ നടുവിലും ഇത്തരം സമീപനങ്ങൾ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ നിയമപരമായും തെരുവിലും ചോദ്യം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷവും DYFIയും. എന്തേ അത്തരമൊരു പ്രതികരണം? ഇപ്പോൾ അധികാരത്തിലുള്ള ഗാന്ധി ഭക്തരുടെ വർത്തമാനകാല സംഘടന എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നില്ല. ഒരക്ഷരം പറയുന്നുണ്ടോ? ആരാണ് ഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ? കേരളത്തിൽ ആദ്യമായി RSSന്റെ അധ്യാപക സംഘടനയ്ക്ക് ബീജാവാപം ചെയ്യാൻ മധ്യ കേരളത്തിലെ അധ്യാപകർ തീരുമാനിച്ചപ്പോൾ അതിന് രൂപവും ഭാവവും നൽകിയ ആളാണ് ഇപ്പോൾ ഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലർ. ആരാണ് ഇവിടുന്ന് കിലോമീറ്ററുകൾ മാത്രം പോയി നിന്നാൽ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്ന മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ? ഒരു BJP അധ്യാപക സംഘടനയുടെ മേധാവി കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കുന്നു. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഞങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് സഖാവ് ശിവപ്രസാദിന്റെ അച്ഛൻ സഖാവ് നാരായണൻ നായർ മകനെ തേടിയെത്തി ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന KMCC എന്ന കേരളത്തിലെ മുനിസിപ്പൽ തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് കൂടിയായിരുന്ന നാരായണൻ നായരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. ആ കൊലക്കേസിൽ കോടതി ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ വിധിച്ച കേസിലെ പ്രഥമ പ്രതി എന്ന് പറയുന്നത് കേരളത്തിലെ KSRTC ജീവനക്കാരനാണ്. അതായത് DMS തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ ജീവിത പങ്കാളിയെ ആ ഒറ്റ കാരണത്താൽ കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു കേരളത്തിലെ RSSകാരനായ ഗവർണർ. എങ്ങനെയാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രതികരിച്ചത്? അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം വലിയ പ്രക്ഷോഭത്തിന് കേരള സർവകലാശാല വേദിയായി. നിയമപരമായി അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെന്റ് കോടതിയിൽ പോയി. ഇപ്പോഴോ ആ കൊലക്കേസ് പ്രതിയേക്കാൾ ഞെട്ടിപ്പിക്കുന്ന പാരമ്പര്യമുള്ളവർ 19 പേർ ഗാന്ധി സർവകലാശാലയിൽ ഗോഡ്സെ ഭക്തർ സെനറ്റ് മെമ്പർമാരായി വന്നിരിക്കുന്നു. കാർഷിക സർവകലാശാല മുതൽ ഗാന്ധി സർവകലാശാല വരെയുള്ള വൈസ് ചാൻസലർമാർ ഗോഡ്സെ ഭക്തരായി വന്നിരിക്കുന്നു. എന്തേ കോൺഗ്രസ് മിണ്ടുന്നില്ല? കാരണം വ്യക്തമാണ്. ഞാൻ 4ാമതും ആവർത്തിക്കുന്നു. The reason is political, purely political and political alone. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. RSSനോട് നിശബ്ദമായ വിനീത വിധേയത്വം സ്വീകരിച്ച് കേരളത്തിന്റെ എല്ലാ താല്പര്യങ്ങളെയും ബലികഴിച്ച് ഇന്നയോളം കേരളം ഉയർത്തിപ്പിടിച്ച, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സീതാറാമിന്റെ ലേഖനത്തിന്റെ തലവാചകം DYFI ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മനുഷ്യാനുഭവം, കീപ്പിംഗ് ദ പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് പെർഫോമൻസ് നോട്ട് പ്രോഫിറ്റ് എന്നതാണ്. നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്, ലാഭമല്ല എന്നുള്ളതാണ്. മനുഷ്യനെ പ്രഥമ സ്ഥാനത്ത് നിർത്തിയ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഗരിമയെ, അതിന്റെ അഭിമാനകരമായ അടിത്തറയെ, മേൽക്കൂരയെ അതിനെ തകർത്ത് മറിച്ച് ലാഭത്തെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി പ്രതിഷ്ഠിക്കാനുള്ള RSS BJP ശ്രമങ്ങളുടെ 100 അനുഭവങ്ങൾക്കാണ് ഈ 50 ദിവസക്കാലത്തിനിടയിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം ഇന്നയോളം DYFI ആയിരുന്ന ഏത് പ്രവർത്തകർക്കുമുള്ളതിനേക്കാൾ വർദ്ധിച്ച വലിയ ബാലിച്ച ഉത്തരവാദിത്വം നമ്മളുടെ മുമ്പിലുണ്ട്. ഒറ്റ വാദത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കും. ഈ കാലയളവിനിടയിൽ DYFIക്ക് എത്രയോ വലിയ പ്രതിസന്ധികളെ, പ്രതിലോഭകരമായ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. പക്ഷേ ധാർമ്മിക കവിതയുടെ വാചകം എന്ന് സൂചിപ്പിച്ചതുപോലെ നിരാശയുടെ നടുവിലും പ്രതീക്ഷാപരമായ എത്ര അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ വന്ന 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കുന്ന സമയത്ത് ആന്ധ്ര തെലങ്കാന സംസ്ഥാന കമ്മിറ്റികൾ പറഞ്ഞൊരു അനുഭവം, 186 കേന്ദ്രങ്ങളിൽ 186 ഗ്രാമങ്ങളിൽ അവർ ആരംഭിച്ച യൂത്ത് സെന്ററുകളെ സംബന്ധിച്ചാണ്. വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ ജില്ലയുടെ അത്ര സ്വാധീനം പോലും, അതിന്റെ ഗരിമ പോലും ഒരുപക്ഷെ ഈ സംസ്ഥാന കമ്മിറ്റികൾക്ക് ഉണ്ടാകണമെന്നില്ല. പ്രത്യേകത എന്താണ്? എല്ലാ ഗ്രാമങ്ങളിലും ഒരു യൂത്ത് സെന്റർ, PSC പരീക്ഷാ കോച്ചിങ്, അതേപോലെ ആരോഗ്യ വ്യായാമ കേന്ദ്രങ്ങൾ, SSC ഉൾപ്പെടെയുള്ള മറ്റ് പരീക്ഷാ പ്രോത്സാഹന കേന്ദ്രങ്ങൾ, അവരുടെ കോച്ചിങ്, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന തീരുമാനമായിരുന്നു അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകത എന്താണ്? തീരുമാനമെടുത്ത് 1 മാസത്തിനകം 186 കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. കാശ്മീരിൽ നിന്ന് ഇതിന് സമാനമായ മറ്റൊരു അനുഭവം അവിടുത്തെ DYFIയുടെ നേതാക്കന്മാർ ആ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവിടുത്തെ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ബലികഴിക്കുന്ന 100 തീരുമാനങ്ങൾ എടുക്കുമ്പോൾ
680-ലധികം പുതിയ ചെറുപ്പക്കാരികൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായി എന്നുള്ള അർത്ഥത്തിൽ അവർ പ്രതികരണം ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കുന്നു. ഈ അനുഭവങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് മാറിയ ഭരണത്തിന്റെ ഒരു താൽക്കാലികമായ ആവരണം കൂടി ഉപയോഗിച്ചുകൊണ്ട് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ കേന്ദ്രീകൃത രാഷ്ട്രീയത്തിന്റെ കീപ്പിംഗ് ദ പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് റിഫോംസ് എന്ന് സീതാറാം സൂചിപ്പിച്ച മനുഷ്യനെ കേന്ദ്ര ബിന്ദുവിൽ പ്രതിഷ്ഠിച്ച രാഷ്ട്രീയത്തെ തകർത്ത് കളയാനും മറിച്ച് ലാഭത്തെയും വർഗീയതയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ ഗരിമയുടെ അടിത്തറയും മേൽക്കുറയും തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് പുതിയ ഗവൺമെന്റ് മുമ്പിലേക്ക് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ബാധ്യത ഉത്തരവാദിത്വം ഓരോരിലും മണ്ണൂരിലും മാത്രമല്ല മലപ്പുറത്തും കേരളത്തിലും ഒക്കെയുള്ള നമ്മുടെ എല്ലാവരുടെയും ചുമലുകളുണ്ട്. എല്ലാ തിന്മകളെയും സമാനതകളില്ലാത്ത കരുത്തോടുകൂടെ പ്രതിരോധിക്കുകയും അതിന്റെ മുമ്പിൽ സമഗ്രമായ പദ്ധതികൾ അവതരിപ്പിക്കുകയും വർദ്ധിത വീര്യത്തോടുകൂടെ കേരളത്തിലെ സാധാരണക്കാർ നിസ്വരായ പ്രേക്ഷകർ മതനിരപേക്ഷവാദികൾ അവരുടെ മുമ്പിൽ തെളിമയാർന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തോൽവികളെ അവരോട് പല ചർച്ചകൾ കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളുടെ മുമ്പിൽ എന്താണ് വഴി? നമ്മളുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്ന എക്സിബിഷനിസം മാത്രമാണ്, അല്ലെങ്കിൽ ആവരണത്തോടുകൂടെ മുൻകൂട്ടി നിശ്ചയിച്ച് അജണ്ടയോടുകൂടെ സെറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളെ അവതരിപ്പിച്ച് മാത്രമാണ് രാഷ്ട്രീയത്തോട് നടത്താൻ കഴിയുക. ഇടതുപക്ഷത്തിന് മുമ്പിൽ അത്തരം ഒരു വഴികളുമില്ല. ഓർഗാനിക്കായി ജൈവികമായി രാഷ്ട്രീയം പറയുക, മനുഷ്യരോട് സംവദിക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ പരമാവധി നേരിട്ടിടപെടാൻ ശ്രമിക്കുക, അത് മാത്രമാണ് ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള വഴി. മറ്റ് സംഘടനകൾക്കും മറ്റു നേതാക്കന്മാർക്കും മുമ്പിൽ ഇത്തരത്തിലുള്ള പല ചെറിയ വൃത്തികളും ഉണ്ടാകാം, പല കുറുക്ക് വഴികളും ഉണ്ടാകാം. പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ആ കാര്യങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ അമ്പേ പരാജയപ്പെട്ട അവരെക്കാൾ മോശപ്പെട്ട ഒരു സംഘമായി നമ്മൾ മാറുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാറുമില്ല. ജൈവികമായി രാഷ്ട്രീയം പറഞ്ഞ് വർദ്ധിത വീര്യത്തോടുകൂടെ മനുഷ്യപക്ഷ രാഷ്ട്രീയത്തെ കേന്ദ്രബിന്ദുവായി പ്രതിഷ്ഠിക്കുന്ന കേരളത്തിന്റെ അനുഭവങ്ങളെ സംരക്ഷിക്കാൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവിടെ കൂടിയ ഈ സമ്മേളനം അർത്ഥപൂർണമായ ചർച്ചകൾക്കും സ്വയം വിമർശന ചർച്ചകൾക്കും ഒക്കെ കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാചകങ്ങളിൽ ഒരാകാശപൂർണ്ണ സ്നേഹത്തോടെ നിങ്ങളെ ആകെ രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔദ്യോഗികമായി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.